ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മോള് ക്രിസ്മസ് ഫംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. വെള്ള ഡ്രസ്സൊക്കെയാണ് ഇടുന്നത്. ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ വാങ്ങിച്ച് എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് വാങ്ങിച്ചത്. ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, കാണാനും നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവൾക്ക് ഒരുക്കി കരിയൊക്കെ വരച്ചു കൊടുത്തു. കരിയൊക്കെ വരച്ചു കൊടുക്കാൻ പാടില്ല, അവൾക്ക് മുടി കെട്ടാനാണ് പാട്. എങ്ങനെ മുടി കെട്ടി കൊടുക്കും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. ഏത് സൈഡ് നോക്കിയാലും അവൾക്കൊന്നും ശരിയാവില്ല. എന്ന് വെച്ചാൽ അവൾക്ക് അത്രയ്ക്ക് മുടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് മുടി കെട്ടി അത്രയ്ക്ക് ശരിയാവില്ല. പിന്നെ ക്ലിപ്പൊക്കെ വെച്ച് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ചിറകൊക്കെ വെച്ച് ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഈ ചിറകൊന്നും കാണുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തെന്ന് വെച്ചാൽ അതിന് അത്രയ്ക്കുള്ള കട്ടിയേ ഉള്ളൂ. ഒരുമാതിരി വല കണക്കാണ് ഇരിക്കുന്നത്. വലയെന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്കൊരു പേപ്പർ കണക്ക്, ഒരു നൈസായിട്ടുള്ളതാണ്. അപ്പോൾ അത് തൊട്ടാൽ തന്നെ പൊട്ടിപ്പോവും. ഇവള് അത് എടുത്ത് തോളിയിട്ട് എങ്ങനെയാണ് അത് തിരിച്ച് വരണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇന്നൊരു ദിവസം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന്, അത്രയ്ക്കുള്ള ബലമേ അതിനുള്ളൂ. അപ്പോൾ ചിറകൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ തൊപ്പിയൊക്കെ വാങ്ങിച്ചു. ഈ തൊപ്പി ഇവളെങ്ങനെ വെക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ബോയും ഈ ചിത്രശലഭത്തിൻ്റെ സ്ലൈഡും എല്ലാം കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഈ തൊപ്പി അവൾ എങ്ങനെ വെക്കുമെന്നുള്ളത് പാടാണ്. ചിലപ്പോൾ വെക്കില്ലായിരിക്കും, എങ്കിലും ഞങ്ങൾ കൊടുത്തു വിട്ടു. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ടും സാധനങ്ങൾ കൊടുത്തു വിടണമായിരുന്നു. അവൾക്ക് ബലൂൺ കൊടുത്തു വിട്ടു. ബലൂൺ വാങ്ങിച്ചതിൽ പകുതി അവൾ വീട്ടിൽ ഇരുന്ന് തന്നെ ഊതി അതിനെ പൊട്ടിച്ച് ബാക്കിയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അവളെ കൂടെ തന്നെ കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കി. എന്തെന്ന് വെച്ചാൽ അവൾക്ക് ഇവക്കും കൂടെ ഒത്താണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത് ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവളിടണം കണ്ടപ്പോൾ ഇവക്കൊരു വിഷമം, അപ്പോൾ അവൾക്കും കൂടെ ഇട്ട് കൊടുത്ത്. അങ്ങനെ രണ്ടുപേർക്കും കൂടെ ഇട്ടു. രണ്ടുപേരെയും കൂടെ ഒത്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡ്രസ്സ് ഇട്ടതിൻ്റെ സന്തോഷത്തിൽ അവളൊന്ന് കറങ്ങുന്നതാണ്. കറങ്ങി കറങ്ങി ആ സ്റ്റാറിന് തീരുമാനമാക്കി. അതിൻ്റെ ലൈറ്റ് ഇപ്പം കത്തുന്നില്ല, അടിച്ച്. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് തീരുമാനമായി. ഇനി അത് വെറുതെ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കാന്നേ ഉള്ളൂ. കൊണ്ടുപോയി അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിത്രശലഭമൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്കൂളിൽ പോയാൽ മാത്രം മതി. അപ്പോൾ ഞങ്ങൾ ഇവളെയും കൊണ്ട് പോകുന്നത് കുഞ്ഞു പെണ്ണിനെയും കൊണ്ടാണ് പോകുന്നത്. അവളെ ഒരുക്കിയതല്ലേ, അപ്പോൾ അവളെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരുങ്ങി നിന്ന സ്ഥിതിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ. അപ്പം വിചാരിച്ചു അവളെ സ്കൂളിൽ തന്നെ പോകാമെന്ന്. അങ്ങനെ അവളെ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളാക്കിയിട്ട് ഞങ്ങൾ റോഡിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ സ്കൂളിലോട്ട് കൊണ്ടുവന്നാക്കിയതും കൊണ്ടുപോകുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം വിചാരിച്ചു ഞങ്ങൾ മൂന്നവരും കൂടെ റോഡിൽ നിന്നൊരു വീഡിയോ എടുത്ത് അതിടാമെന്ന് വിചാരിച്ചു. പിന്നെ അവൾക്ക് രാവിലെ പരീക്ഷ ഉണ്ട്, ഉച്ചവരെ പരീക്ഷ ഉണ്ട്. 12 മണിക്ക് പരീക്ഷ തീരും. അത് കഴിഞ്ഞ് ആഹാരമൊക്കെ കൊണ്ടാണ് പോയത്. ഉച്ചയ്ക്ക് ശേഷമാണ് അവർക്ക് പരിപാടി. 4 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. 4 മണിക്ക് സ്കൂൾ ബസ്സും പോകുള്ളൂ. അതേപോലെ തന്നെ വിളിക്കാൻ വരുന്നവരും 4 മണിക്ക് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷമാണ് പരിപാടിയെന്ന്. അപ്പോൾ അവളെ സ്കൂളിലൊക്കെ ആക്കി ബിസ്മിയെ വീട്ടിലൊക്കെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാനും ഉമ്മായും കൂടെ വാട്ടർ ബില്ല് അടയ്ക്കാൻ വേണ്ടി വന്നു. കാരണം വീടൊക്കെ മാറിപ്പോണോണ്ട് കംപ്ലീറ്റ് ബില്ലും അടച്ച് അവരേൽ കൊടുക്കണം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. അങ്ങനെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. കണ്ട ഒരാളിരിക്കുന്നത് പോലെ തന്നെയുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഇട്ട്, ഈ ഡ്രസ്സൊക്കെ ഇട്ട്, ഈ തൊപ്പിയൊക്കെ വെച്ച് ഒരാളിരിക്കുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആരനാട് വരേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആരനാടും വന്നു. പിന്നെ മോൾക്ക് ഫാൻസി കടയിൽ കയറി 1-2 സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. വേറെ ഒന്നുമല്ല, അവളെ മേക്കപ്പ് സെറ്റൊക്കെ അത് കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് ഒരു ഫംഗ്ഷൻ, സ്കൂളിലൊരു പരിപാടി വന്നാലും എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാലും അവൾക്ക് വേണ്ടിയിട്ടൊരു മേക്കപ്പ് സെറ്റ് ഉണ്ടായിരുന്നു. അത് തീർന്നുപോയി. കൂടുതലും അവൾ എറിഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞു. അപ്പം പിന്നെ വിചാരിച്ചു അവൾക്കൊരു മേക്കപ്പ് സെറ്റ് വാങ്ങിക്കാമെന്ന്. അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് കയറിയതാണ്. എന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. വന്ന ഉടനെ തന്നെ അത് ബിസ്മി പൊട്ടിക്കുകയാണ്. എന്തരാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണെന്നൊക്കെ അറിയാൻ. അപ്പോൾ ഒരു കുഞ്ഞു മേക്കപ്പ് സെറ്റാണ് വാങ്ങിച്ചത്. അവൾ ആവശ്യത്തിന് വേണ്ടി മാത്രം, അവൾക്ക് സ്കൂളിൽ പോകുമ്പം അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ പരിപാടിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരെണ്ണം വാങ്ങിച്ചതാണ്. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഉണ്ട്, ലിപ്സ്റ്റിക് ഉൾപ്പെടെ, പൗഡർ, എല്ലാം
ഒരു മേക്കപ്പ് സെറ്റിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നെ അവൾക്കൊരു വെള്ള ക്യൂടെക്സും കൂടെ വാങ്ങിച്ചു. അവൾക്ക് വെള്ള ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ ക്യൂടെക്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വിചാരിച്ചു ഒരു ക്യൂടെക്സ് ഇടാമെന്ന്. സ്കൂളിൽ ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ആ ഡ്രസ്സ് ഇടുമ്പോൾ എവിടെയെങ്കിലും അവൾ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചു. അതുമാത്രമല്ല ഉടനെ ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് പോകാനായിട്ട്. അപ്പോൾ അത് ആ ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ചിലപ്പോൾ സമയമാകുമ്പോൾ വേറെ ഡ്രസ്സായിരിക്കും ഇടുന്നത്. അങ്ങനെ ഓരോ ഡ്രസ്സ് തീരുമാനിച്ച് വെച്ചിരുന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ഒരു ലിപ് ബാമും കൂടെ വാങ്ങിച്ചു. അത് വാങ്ങിച്ചത് എന്ന് വെച്ചാൽ കൊള്ളില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ തുറന്നെടുത്തപ്പം തന്നെ എങ്ങനെ തുറക്കണമെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. മുകളിലൊരു അടപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വിചാരിച്ച ആ അടപ്പ് ഇങ്ങനെ തുറന്നെടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഇത് ലിഫ്റ്റിക്ക് തുറക്കും പോലെ തുറന്നെടുക്കണമായിരുന്നു. അങ്ങനെ തുറന്നെടുത്ത സമയത്തിന് ബിസ്മിയുടെ അടുത്ത് കുറച്ച് ഇട്ട് നോക്കാൻ പറഞ്ഞു. ഇട്ട് നോക്കിയത് അത് ഒടിഞ്ഞിഞ്ഞ് കയ്യിൽ വന്നു. മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമാവും. അവൾക്കാകുമ്പോൾ ഇച്ചിരി ചുണ്ട തേച്ചപ്പോഴത്തേക്കും അത് രണ്ടായിട്ട് ഒടിഞ്ഞ് കയ്യിൽ തന്നെ വന്ന്. ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് കയ്യിലോട്ട് എടുക്കുമ്പോഴത്തേക്കും അത് ചറുവി പോകുന്നുണ്ട്. അപ്പം പൈസ പോയത് വെറുതെ. എല്ലാവരും ഇതേപോലത്തെയൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ വാങ്ങിക്കണം. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് മോളെ സ്കൂളിൽ വിളിക്കാൻ പോയായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, എടുക്കാൻ മറന്നുപോയി. സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ബട്ടർഫ്ലൈയുടെ ചിറകൊക്കെ ചെറുതായിട്ടൊന്ന് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുപോയ സ്റ്റാറൊക്കെ രണ്ടായിട്ട് ഓടിച്ചുകൊണ്ടൊക്കെയാണ് വന്നത്. നെക്ലസിൻ്റെ കമ്മലായിരുന്നു ഇട്ട് കൊടുത്ത് വിട്ടത്. തിരിച്ചു വന്നപ്പോഴത്തേക്കും കമ്മലില്ലായിരുന്നു. അതുമല്ല അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വീടും വേറൊരു വീട്ടിലേക്കും മാറുന്നതിൻ്റെ തിരക്കായതുകൊണ്ട് ഇവിടെ ഒതുക്കി പറക്കുന്നതിൻ്റെയൊക്കെ ഇതായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സമയം കിട്ടിയില്ല വീഡിയോ ഒന്നും എടുക്കാനായിട്ട്. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ കടയിലൊക്കെ പോയി കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.